ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതുവരെ ബാസിൽ ടീമിനെയും കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനു മുമ്പ് അഭയാർത്ഥികളായിട്ട് പല രാജ്യങ്ങളിലേക്കും ഒക്കെ കുടിയേറിയിട്ട് പാർക്കിലും ബീച്ചിലും ഒക്കെ മറ്റുള്ള മനുഷ്യന്മാർക്ക്, അതായത് ആ രാജ്യത്തെ പൗരന്മാർക്ക് സ്വൈരമായി ചെന്നിരിക്കാനോ വ്യവഹാരം നടത്താനോ ഒന്നും സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായല്ലോ. പാർക്കിൽ നോക്കുമ്പോൾ അവർ ബിക്കിനി ഇട്ടുകൊണ്ടിരിക്കുന്നു, ബീച്ചിൽ നോക്കുമ്പോൾ ഇവര് ബർമൂഡ ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ. എന്നിട്ട് അവിടെ വരുന്ന കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിക്കുക, മതത്തെ കുറിച്ചിട്ട് അവരോട് നിരന്തരം പറയാം. ഇപ്പോഴിതാ ഇതേ ട്രെൻഡ് നമ്മുടെ ബാസിൽ ടീം കോഴിക്കോട് കടപ്പുറത്ത് തുടങ്ങിയ വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. ആദ്യം ആ വാർത്തയൊന്ന് കേൾക്കാം. ഇവരുടെ ആ വിഷം എത്രമാത്രം ഉണ്ടെന്ന് നോക്കിക്കോണം. ഇന്ന് ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന ഇടങ്ങളില്, അല്ലെങ്കിൽ ദർസുകളില്, അറബി കോളേജുകളില്, ഖുർആൻ പ്രഭാഷണങ്ങളിൽ ഒന്നും ആൾക്കാർ വരുന്നില്ലേ? ഇല്ല. അവർക്കിതൊക്കെ മനസ്സിലായിട്ട് അവര് ഖുർആനുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ഹരിതകർമ്മസേനയുടെ ആളുകൾ പറയുന്നു വേസ്റ്റ് ബക്കറ്റ് മൊത്തവും ഖുർആൻ. സൗദി അറേബ്യയിലാണെങ്കിൽ ഓടയിൽ നിന്നിട്ടാണ് ആളുകൾ ഖുർആൻ വായിക്കുന്നത്. ഈ വാർത്തയൊന്ന് കേട്ടു നോക്കിയോ. എന്ന പേരിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന മതപ്രചാരണത്തിനെതിരെ മുസ്ലിം നേതാക്കൾ രംഗത്ത്. പൊതു ഇടങ്ങളിൽ ഇത്തരം മതപ്രചാരണങ്ങൾ ശരിയല്ല എന്നും അത് സമൂഹത്തിൽ അപകടം ഉണ്ടാക്കും എന്നാണ് വിമർശനം. അതേസമയം നിരീശ്വരവാദത്തിനെതിരെ സമാധാനപരമായിട്ടുള്ള ആശയ സംവാദം മാത്രമാണ് നടന്നതെന്ന് അൺമാസ്കിംഗ് ഏത്തിസം പ്രവർത്തകർ പറഞ്ഞു. കേരളത്തിലുള്ള വിവിധ സലഫി ഗ്രൂപ്പിലുള്ളവർ ഒരുമിച്ച് രൂപീകരിച്ച അൺമാസ്കിംഗ് ഏത്തിസം എന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ് കോഴിക്കോട് ബീച്ചിൽ മതപ്രബോധനത്തിന് ഇറങ്ങിയത്. ആളുകൾ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ വേണ്ടി വരുന്ന ബീച്ച് പോലുള്ള പൊതു ഇടങ്ങളിൽ മതവും വിശ്വാസവും പറഞ്ഞ് തർക്കമുണ്ടാക്കണമോ എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. പൊതു ഇടങ്ങളിൽ മനുഷ്യര് വരുന്നത് തന്നെ എന്തിനാ? ഇപ്പൊ ഈ സംഭവം അരങ്ങേറിയത് കോഴിക്കോട് ബീച്ചിലാണല്ലോ. അവിടെ വരുന്നത് എന്തിനാ? ജീവിതത്തിലെ സങ്കീർണമായിട്ടുള്ള അനേകം സാഹചര്യങ്ങൾ, ഓഫീസ്, ജോലി, വീട്, ഫിനാൻഷ്യൽ പ്രശ്നങ്ങള്, കുടുംബ പ്രശ്നം, അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അങ്ങനെ കടങ്ങള്, രോഗങ്ങള്. അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം തേടി കുറച്ച് സമയത്ത് കാറ്റുകൊള്ളാം, കുറച്ച് നല്ല വെളിച്ചം കിട്ടും, കുറെ മനുഷ്യരെ കാണാം, ഒന്ന് ശാന്തമായിട്ട് കുറച്ചു നേരം ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ വരുമ്പോൾ അവിടെയും 6-ാം നൂറ്റാണ്ടിലെ ഗോത്രമതവും ഐക്കുമായിട്ട് കയറി വന്നാൽ കേരളത്തിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവരൊക്കെ ഈ രീതി അവലംബിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് വാതോരാതെ പുളകം കൊള്ളുന്ന വീഡിയോകളും അതുപോലെ ഇവരുടെ വൈറസ് ആകുന്ന കമന്റുകളും കൊണ്ട് മനുഷ്യന് സ്വൈരജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിന് ഇപ്പോഴിതാ മനുഷ്യന്റെ സ്വകാര്യതകളിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ഇവർ ഡിജിറ്റൽ ക്യാമറയുമായി. വിശ്വാസ പ്രബോധന രീതിക്കെതിരെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ആദ്യം രംഗത്ത് വന്നു. മതവും വിശ്വാസവും ഒക്കെ സ്വന്തം ജീവിതത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്നും പ്രത്യേകിച്ചും പുതിയ കാലത്ത് എല്ലാം പഠിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടെന്നിരിക്കെ വിശ്വാസത്തെ ഇങ്ങനെ തെരുവിൽ തർക്ക വിഷയമാക്കരുതെന്നും സുന്നി പണ്ഡിതൻ കൂടിയാണ്. മാർക്കറ്റിൽ ഇവരെ മതത്തെ കച്ചവടം നടത്തുവാണ്. അതല്ലെങ്കിലും ഇപ്പോ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു ഒന്നും വിചാരിക്കരുത്. ബാസിൽ പല്ല് ഡോക്ടർ ആണെന്നാണ് എന്റെ അറിവ്. ആരെങ്കിലും പല്ലടിച്ചു കുഴിച്ചാൽ ഫ്രീ ആയിട്ട് ചികിത്സയും കിട്ടുവേ. ഷുഹൈബുൽ ഹൈത്തമി അഭിപ്രായപ്പെട്ടു. മാത്രമല്ല ഇത്തരം മതപ്രബോധന രീതികൾ അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബീച്ചിൽ നടന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹം സ്വീകരിക്കുന്ന പ്രബോധന രീതിയല്ലെന്ന് സുന്നി പണ്ഡിതൻ വഹാബ് സക്കാഫി മമ്പാടും പ്രതികരിച്ചു. പ്രബോധനത്തിൽ ഇന്നലകളിൽ പൂർവിക മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ച ശൈലിയല്ല. അതുകൊണ്ട് തന്നെ ശൈലി മാറ്റങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധയും വർഗീയതയും ഒക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ അടുത്ത ദിവസം ബീച്ചിലും തെരുവിലുമൊക്കെയായി നടക്കുന്ന പ്രബോധനങ്ങളുടെ ചില അലയൊലികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുകയാണ്. അതൊക്കെയും കൂടുതൽ മതനിന്ദകൾക്കും സാമൂഹ്യ സ്പർദ്ധക്കും കാരണമാക്കുമെന്നാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. അതേസമയം കോഴിക്കോട് ബീച്ചിലേത് സമാധാനപരമായ ആശയ സംവാദമായിരുന്നുവെന്നും മറിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും സംഘാംഗമായ അബ്ദുല്ല ബാസിൽ പറഞ്ഞു. പങ്കെടുത്ത ആളുകൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അത് കേട്ടിരുന്ന ആളുകളൊക്കെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് വളരെ രസകരമായി നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. പക്ഷെ അത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ ചില ആളുകളെങ്കിലും അത് വേറെ തരത്തിൽ അത് വ്യാഖ്യാനിച്ചു, അതിനെ പല തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് വളരെ ആരോഗ്യകരമായ ചർച്ചകൾ, വിവിധ ദർശനങ്ങളെ കുറിച്ചും മതങ്ങളെക്കുറിച്ചും നിരീശ്വരവാദത്തെ കുറിച്ചുമല്ല നിരന്തരം ചർച്ചകൾ നടത്തുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. വർഗീയത ഇല്ലാതെ മതം അതിന്റെ മെറിറ്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ആവശ്യമുള്ളത്, മനസ്സിലാക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കരുത് എന്നതാണ് എല്ലാവരോടും പറയാനുള്ളത്. ആശയപ്രചരണവും മതപ്രബോധനവും ഒക്കെയാകാം, പക്ഷെ അത് ചുറ്റുപാടുമുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണമെന്നുള്ളതാണ് മുസ്ലിം മതപണ്ഡിതന്മാർ തന്നെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം. അതുപോലെ ഇന്നലെ തന്നെ തത്വമയി പോലെയുള്ള ന്യൂസ് ചാനലുകളും ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തിരുന്നു.
അതായത് അങ്ങാടികളിൽ പച്ചക്കറിയും മീനും ഇറച്ചിയും ഒക്കെ വിൽക്കുന്നത് പോലെ ഇസ്ലാമിനെ വിൽക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ കച്ച കപടന്മാരായിട്ടുള്ള ഇത്തരം ആളുകളെ ബാസിൽ ടീമിനെ ഒക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോഴിതാ അടുത്ത വാർത്തയും വരുന്നു. ബീച്ചിലേക്ക് പോകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം, ഈ ടീമിനെ ഭയക്കണം എന്ന് പറഞ്ഞിട്ട്. കേട്ടു നോക്കിയോ. സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കോഴിക്കോട് ബീച്ച് അറിയാലോ, കേരളത്തിലെ മനോഹരമായ ബീച്ചുകളുമാണ്. വളരെ വിശാലമായ ബീച്ച്. ഒരുപാട് പേർക്ക് സമാധാനത്തോടെ ഇരുന്ന് സുഖമായി ഒരു ദിവസത്തെ ജോലിയുടെ ഭാരം ഇറക്കി വെക്കാനും മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ഒക്കെ പറ്റുന്ന ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. ആ ബീച്ചിൽ കുറച്ച് പെൺകുട്ടികളിൽ തട്ടമിട്ട പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ, ബൂർഖയിട്ട പെൺകുട്ടികൾ, അവരുടെ അടുത്തേക്ക് കുറച്ച് ചെറുപ്പക്കാർ, നല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, സുമുഖരായ ചെറുപ്പക്കാർ, ഹാൻസം ഗൈസ്, അവർ ചെന്നിട്ട് പറയുന്നു, അല്ലെ കുട്ടികളെ, നിങ്ങൾ ഈ തട്ടമിട്ടിരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് തട്ടമിട്ടിരിക്കുന്നത്? അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസത്തിന്റെ ഭാഗമായി തട്ടമിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഞങ്ങൾ നരകത്തിൽ പോകുമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ലോകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ തട്ടമിടുന്നില്ലല്ലോ, അവരെല്ലാം നരകത്തിലാണോ പോകുന്നത്? അപ്പൊ നിങ്ങളുടെ വിശ്വാസം തെറ്റല്ലേ? നിങ്ങളുടെ വിശ്വാസമാണ് ശരിയെങ്കിൽ അനുഭവത്തിന്റെ അറിവിന്റെ ഒക്കെ വെളിച്ചത്തിൽ ലോകത്തെ ഭൂരിപക്ഷം ആളുകളും തട്ടമിടില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ അള്ളാഹ് മാത്രമല്ല ശരിയായ ദൈവം. ലോകത്ത് നിങ്ങളുടെ മതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മതത്തിൽ ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മതം തെറ്റല്ലേ എന്നൊക്കെ സംസാരിക്കുന്നു. എന്ത് സംഭവിക്കും? എന്ത് സംഭവിച്ചു കാണും? ഉറപ്പാണ് ആ ചെറുപ്പക്കാർ ഇപ്പോൾ ജയിലിലായിരിക്കും. അവർ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അവർ അന്യമതസ്ഥരെ ആക്ഷേപിച്ചു, അവർ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറി, അതും മുസ്ലിം പെൺകുട്ടികളോട്. കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവും. ലീഗ്, സതീശൻ, ഡിവൈഎഫ്ഐ, പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് എല്ലാവരും ചാടിവിടും. പക്ഷെ അങ്ങനത്തെ വാർത്ത നിങ്ങൾ കണ്ടില്ലല്ലോ. മാറിയോ? ഇത്രയും സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് വാർത്തയാവാത്തത്, ആരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലെ? ഇസ്ലാമിന് എവിടെയാണോ ഭംഗമേൽക്കുന്നത് അവിടെ മാത്രമേ ഇവര് ചാടി വീഴൂ. ഇസ്ലാം എവിടെയാണോ ഭംഗമേൽപ്പിക്കുന്നത് അവിടെ ഇവരാരും വരില്ല. തട്ടമിടിപ്പിച്ചാൽ പ്രശ്നമില്ല, പൊട്ടുമായിച്ചാലും ഇവർക്ക് പ്രശ്നമില്ല, ഇവരത് ചെയ്യും. അതേപോലും തട്ടമൂരിയാൽ പ്രശ്നമാണ്. തട്ടമൂരി പൊട്ടു തൊട്ടാൽ പ്രശ്നമാണ്. പൊട്ടുമായിച്ച് തട്ടമിട്ടാൽ കുഴപ്പവുമില്ല. ഇപ്പോൾ സുനിൽ വടയാറ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? കുറെ കുട്ടികൾ തട്ടമിട്ട് ബീച്ചിലിരിക്കുന്നു. ഞങ്ങളെ പോലെ കുറെ ആളുകൾ എത്തിയിട്ട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഈ തട്ടമിട്ടിരിക്കുന്നത്? ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്തിനാണ് നിങ്ങൾ ഇത് ഇടുന്നത്? ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? നരകത്തിലേക്ക് പോകും. അപ്പോൾ ഈ കാണുന്ന ആളുകൾക്ക് മൊത്തം നരകമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാനും തട്ടമിട്ടിട്ടില്ലല്ലോ, എനിക്കും നരകമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ കുട്ടികളൊന്നും അന്തം വിടും. അതുകൊണ്ട് നിങ്ങൾ ഈ ഇട്ടിരിക്കുന്ന തട്ടം ഒരിക്കലും മതത്തിൽ ചേർന്നതല്ല. നിങ്ങളുടെ ആശയം തെറ്റാണ് എന്ന് ഒന്നോ രണ്ടോ മൂന്നോ സംഖ്യകളോ അതല്ലെങ്കിൽ ക്രിസംഖ്യകളോ ഇറങ്ങി ഏതെങ്കിലും ബീച്ചുകളിലോ തെരുവുകളിലോ ഇറങ്ങിയ ആളുകളുമായിട്ട് തട്ടമിട്ട കുട്ടികളുമായി സംവദിച്ചു എന്നിരിക്കട്ടെ, ഇന്ന് ഈ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്തായിരുന്നു? അതാകുമായിരുന്നു. ചാനലുകളിൽ ഡിബേറ്റിനെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താകുമായിരുന്നു? ഇന്ന് അടുപ്പ് കൂട്ടി കേരളം കാണുകയും കേൾക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന പ്രശ്നം എന്താകുമായിരുന്നു? അതാകുമായിരുന്നു. വഴിയില്ലല്ലോ, അങ്ങനെ വരാൻ വഴിയുണ്ട്. അറസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഹൈപ്പോത്തറ്റിക്കലാണ്, ഞാൻ സാങ്കല്പികമായി പറഞ്ഞ. പക്ഷേ കോഴിക്കോട് ബീച്ചിൽ മറ്റൊന്നാണ്. പെൺകുട്ടികൾ ഇരിക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ സുന്ദരന്മാരായ ഹാൻസം ഗൈസ് വരുന്നു, എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? അതല്ലല്ലോ ശരി, ഇതാണല്ലോ ശരി എന്നൊക്കെ പറയുന്നു. ഇരിക്കുന്നത് ഹിന്ദു പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളാണ്. അവരോട് സംസാരിക്കുന്നത് മുസ്ലിമുകളാണ്. അപ്പോഴോ അല്ല, അതും മതേതരത്വം. ഇവിടെ മതം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്, മതം പ്രചരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ശരിയാണ്, ആരും നിർബന്ധിച്ച് മതത്തിലൊന്നും ചേർക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട പെൺകുട്ടികളുടെ അടുത്ത് ഹിന്ദുക്കൾ ചെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം എന്തുകൊണ്ട് വാർത്തയാവുന്നു, വിവാദമാവുന്നു, കേസിലേക്കും പുക്കാറിലേക്കും വഴക്കിലേക്കും സംഘർഷത്തിലേക്കും പോകുന്നു? അത് പറ്റത്തില്ല. അത് ഈ നമ്മുടെ സ്പീക്കറായിരുന്ന ഷംസീറോട് ചോദിച്ചില്ലേ, ഗണപതി വിത്താണെങ്കിൽ അള്ളാഹോ? അപ്പൊ എന്താ മറുപടി? ഞാൻ എല്ലാ ചോദ്യത്തിനും പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാറില്ലായിരുന്നു. ഗണപതി വിത്താണ്, അയ്യപ്പൻ വിത്താണ്, ശ്രീരാമൻ വിത്താണ്, കൃഷ്ണൻ വിത്താണെന്നൊക്കെ പറയും. അള്ളാഹ് വിത്താണോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പൊ കുതിര കയറാൻ പറ്റുന്നത് ഹിന്ദുവിന്റെ വിശ്വാസത്തിലേക്കാണ്, ഹിന്ദുവിന്റെ നെഞ്ചത്തേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ നടന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ബീച്ച്, പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ മനുഷ്യൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് സ്ഥലങ്ങളാണ്. അവിടെ എന്തിനാണ്? ആ ദൈവത്തിന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ ആ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്.
പ്രപഞ്ചത്തിന് പുറത്തോ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറബാസിലെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ പടച്ച റബ്ബ് ആ അള്ളാഹുവിനെ ആരാണ് ഉണ്ടാക്കിയത് എന്നതൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇനിയും ആകാശമാണ് ആദ്യം ഉണ്ടാക്കിയതെങ്കിലും ഭൂമിയാണ് ആദ്യം ഉണ്ടാക്കിയതെങ്കിലും അള്ളാഹു അതിനു മുമ്പ് എവിടെയായിരുന്നു എന്നതും ഒരു ചോദ്യമാണ്. പബ്ലിക്കിൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ സ്ട്രീറ്റ് ദഅവ അഥവാ തെരുവിലെ മതപ്രചാരണം എന്ന പരിപാടിയാണ് ബാസിലും ടീം നടത്തുന്നത്. ഇത് കേരളത്തിൽ സാമൂഹിക സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഏറെ ആളുകളും ആശങ്കയോടുകൂടി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഇസ്ലാം മത പ്രചാരകനായിട്ടുള്ള ഡോക്ടർ CP അബ്ദുള്ള ബാസിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും പൊതുജനങ്ങളുമായിട്ട് മതപരമായ സംവാദങ്ങളിൽ ഏർപ്പെടുന്നു. അത് അനിവാര്യമാണോ? അപ്പോൾ ആളുകൾ വിശ്രമിക്കാനും സമാധാനപരമായി സമയം ചിലവഴിക്കാനും എത്തുന്ന ബീച്ചുകൾ പോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ആളുകളുടെ മതസംവാദവും കൂടി കയറി വന്നാൽ നമ്മുടെ രാജ്യം ഇറാനാണോ ഇന്ത്യയാണോ എന്ന് ഒന്നുകൂടി ആലോചിച്ച് പറയേണ്ടി വരും. ജനങ്ങളുടെ സ്വകാര്യതയെയും സമാധാനത്തെയും ഓരോ മനുഷ്യന്റെയും വിശ്വാസത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ട് ഇത്. ഇതേപോലെ തന്നെ മതം മാറി മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളോടാണെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള വിവാദങ്ങളാകുമായിരുന്നു ഈ ഇസ്ലാം മത പണ്ഡിതന്മാർ ഉണ്ടാക്കുന്നത്? പ്രതിഷേധങ്ങൾ ഏത് രൂപത്തിലാകുമായിരുന്നു മുസ്ലിങ്ങളെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട്? അപ്പോ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇവർക്ക് എല്ലാ മുജാഹിദ് പ്രവർത്തകരെല്ലാം കൂടി ചേർന്നൊരു സംഘടനയാണ്. അപ്പൊ ഇതിന്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. അതായത് യുക്തിവാദികളെയും ഇസ്ലാം മത വിമർശകരെയും ഒക്കെ നേരിടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ്. വിശ്രമിക്കാനും മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കാനും അല്പം വെളിച്ചവും കാറ്റും കിട്ടാനും ഒക്കെ വേണ്ടി ആളുകൾ എത്തുന്ന ഇത്തരം ബീച്ചുകളും പാർക്കുകളും പോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള മതപരമായിട്ടുള്ള ചർച്ചകളും മതപ്രചാരണങ്ങളും സയൻസിനെതിരായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യക്കെതിരായിട്ടുള്ള പഠനങ്ങളും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥതയുണ്ടാകും. സമാധാനത്തോടെ സമയം ചെലവഴിക്കാൻ വരുന്ന ആളുകളുടെ സ്വകാര്യതയെയും സ്വാതന്ത്ര്യത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർക്കിലേക്കും ബീച്ചിലേക്കും പോകുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വളരെയധികം സൂക്ഷിക്കണം എന്നാണ് പൊതുവിൽ ഇന്നുയർന്നു വരുന്ന ആശങ്കകളിൽ പ്രധാനപ്പെട്ടത്. നന്ദി.